കണ്ടതാണ് നല്ല പടം. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല അഭിപ്രായമുണ്ട്, നല്ല പടമാണ്, നല്ല ഇതുണ്ട്. അത് തന്നെ ഭയങ്കരമാണ്. ഇപ്പം നല്ല ഒരു ഇത് മുഷുമില്ലല്ലോ. നല്ല പടമാണ്. അത് ചിലമാർ വെറുതെ ചിന്തിക്കാൻ കഴിവില്ല. നല്ല പടം, അടിപൊളി സിനിമ ബ്രോ. കണ്ടിരിക്കാൻ നല്ല ത്രില്ല, ആക്ഷൻ സീനൊക്കെയാണ്. നല്ല സിനിമ, അടിപൊളിയാണ്. അടിപൊളി സിനിമയാണ്, കണ്ടിരിക്കാൻ പൊളിയാണ്. ത്രില്ലിംഗ് മൂവിയാണ്, അടിപൊളിയാണ്. ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ ഇത്രയും പ്രായമായിട്ടും കിടിലാർ ചെയ്യുന്നുണ്ട്. അടിപൊളി സിനിമ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല സിനിമയായിരുന്നു. സൂപ്പർ പടം. ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ എല്ലാം നല്ലത് തന്നെയാണ്. സൂപ്പർ പടം. കിടിലം. മമ്മൂട്ടി സൂപ്പർ, നല്ല സിനിമയായിരുന്നു. ടെർബോ അടിപൊളിയാ, സൂപ്പറാ, സൂപ്പർ. പൊളി, മമ്മൂവ പൊളിച്ച്, സൂപ്പർ തീ, ഒന്നും പറയാനില്ല. സൂപ്പർ ഹിറ്റ് പടം. ഈ 73-ാം വയസ്സിൽ ഇത്രയും സാധിച്ചതിൽ വലിയ സന്തോഷം. നെഗറ്റീവ്, ഒരിക്കലും നെഗറ്റീവ്. ഇതിനകത്ത് നെഗറ്റീവ് രാഷ്ട്രീയം കാണേണ്ട സിനിമയല്ല. മമ്മൂട്ടി എന്ന മോഹൻലാൽ എന്നല്ല, ഈ പ്രായത്തിലും അഭിനയിക്കാനുള്ള ഒരു മനസ്സ്, ആക്ഷൻ രംഗങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വെറുതെ ഒരു ഇതുണ്ടാക്കുന്നതാണ്. ഒരിക്കലും അല്ല, നല്ല സിനിമയാണ്. ഇതുപോലെ മമ്മൂട്ടിയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആക്ഷൻ പാക്കാണ്, ഒന്നും പറയില്ല. കരിയറിൽ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ മമ്മൂട്ടിയുടെ ആക്ഷൻ ഇത്രയും കണ്ടിട്ടില്ല. സാധാരണ സഹനടന്മാരായിരിക്കും ആക്ഷൻ കൂടുതൽ ചെയ്യുന്നത്, ഇതിൽ കംപ്ലീറ്റ് മമ്മൂട്ടി പാക്കാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റഡ് ആയി പോയത്. ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചല്ല ഞാൻ കയറി വന്നത്, പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിപ്പോയി. സൂപ്പർ വില്ലൻ, സൂപ്പർ റോൾ. ചേട്ടാ പടം കിടിലം പടമാണ്. തിയേറ്റർ വാച്ചാണ്. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ് പടം. പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സ്ക്രീൻ പ്രസൻസ് ഉള്ള പടം ഇതായിരിക്കും. വൈശാഖിൻ്റെ മേക്കിംഗ് കൊണ്ട് പടം ഗംഭീര പടമാണ്. തിയേറ്റർ വാച്ചാണ്. OTT കണ്ട അത് ഫലിക്കില്ല. തിയേറ്റർ വാച്ചിന് പറ്റിയ സാധനമാണിത്. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഈ സിനിമയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഡീഗ്രേഡിങ്ങിനും നെഗറ്റീവിനും മാത്രം ഈ സിനിമ ഉണ്ടോ? ഇല്ല, ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല പടത്തിൽ. പടം മേക്കിംഗ് വൈസ് പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഗംഭീര പടമാണ്. ഡീഗ്രേഡ് ചെയ്യാൻ മാത്രം പടമൊന്നുമില്ല. പടം തിയേറ്റർ വാച്ചിന് പറ്റിയ സാധനമാണ്. ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും പറ്റിയ പടമാണ്. പുള്ളിക്കാരൻ്റെ സ്വാഗും കാര്യങ്ങളൊക്കെ കൊള്ളാം. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരന് ഇതിൽ വലിയ റൂം ഇല്ല പടത്തിൽ. ആൻഡ് ശരിക്കും മമ്മൂട്ടി പടമാണ്. ആൻഡ് വില്ലൻ്റെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത്രയ്ക്ക് റൂം പടത്തിൽ കൊടുത്തിട്ടില്ല. ആൻഡ് ശരിക്കും പുള്ളിക്കാരൻ എന്നൊരു ആക്ടറിനെ ശരിക്കും പടത്തിൽ അണ്ടർമൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മമ്മൂട്ടിയുടെ ഗംഭീര അഴിഞ്ഞാട്ടമാണ്. പുള്ളിക്കാരൻ്റെ ആക്ഷൻ, പുള്ളിക്കാരി ഇതിൽ എടുത്തിട്ടുള്ള വർക്ക്, മമ്മൂട്ടിയുടെ പടം കിടിലൻ പടമാണ്.